ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വന സീരിയലിലെ ഇനി വരാൻ പോകുന്ന അടിപൊളി എപ്പിസോഡ് റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ അനു ആണെന്നുണ്ടെങ്കിൽ പലവട്ടം തന്റെ വീട്ടുകാരുടെ അലോക് തന്റെ ഭീഷണിപ്പെടുത്തുന്നുള്ള കാര്യം പറയാൻ വേണ്ടി വരുമ്പോഴേക്കാം അത് ഓരോരോ കല്യാണ തിരക്ക് കാരണം പറയാൻ പറ്റാത്ത അവസ്ഥയാട്ടോ. ആദ്യം തന്റെ അച്ഛനായിട്ടുള്ള ബാലനോട് തന്നെ സത്യങ്ങൾ പറയാൻ വേണ്ടി തീരുമാനിക്കുകയാണ് അനു. പക്ഷേ ബാലനെ ആ സമയത്ത് കേൾക്കാൻ പോകുമ്പോഴേക്കും ഗോമതി വിളിക്കുകയാണ്. അതെ, രാത്രി അവരെത്തില്ലേ ജീവനും വീട്ടുകാരും, അപ്പൊ അവർക്കൊരു ഒരുക്കങ്ങളൊക്കെ ചെയ്യണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞേൽപ്പിക്കാണ് നമ്മുടെ ഗോമതി. അപ്പൊ അവിടെ അത് പോവും. അതിനുശേഷം തന്നെ ഏടത്തിമാർക്ക് പറയാന്ന് വെച്ചാലോ, ഏടത്തിമാർ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ആയിട്ട് പോവാണ്. അതിനുശേഷം പതുക്കെ തന്നെ എല്ലാവരും ഒഴിഞ്ഞതിന് ശേഷം സുകന്യ അവിടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അനുവിനോട് പറയേണ്ടതേ അലോക ഫോണിൽ സംസാരിക്കുക, എനിക്ക് അവരോട് സംസാരിക്കണ്ട എന്ന് അനു പറയുമ്പോ, അയ്യോ സംസാരിച്ചില്ലെങ്കിൽ അവൻ നേരിട്ട് ഇങ്ങോട്ട് വരും, പിന്നെ എന്താ നടക്കണേന്ന് അറിയാലോ, അതുകൊണ്ട് ബന്ധുക്കളൊക്കെ വന്നിട്ടുണ്ട്, വേഗം അവനോട് സംസാരിച്ചിട്ട് ഫോൺ കട്ടേ എന്ന് പറഞ്ഞിട്ട് സുകന്യ ഫോൺ കൊടുക്കാണ്. ആ സമയത്ത് അനു ഫോൺ മേടിക്കുന്നുണ്ട്. ഹലോ, എടി അവിടെ ആഘോഷങ്ങളൊക്കെ പൊടി വെടുക്കുകയാണല്ലോ. 75 പവന ബാലൻ എന്ന് പറഞ്ഞ ആള് നിന്റെ അച്ഛൻ എന്ന് പറഞ്ഞ ആള് നിനക്ക് തരേന്ന് കേട്ടല്ലോ. പിന്നെ ഒരു കാറും ലാവിഷാണല്ലോടി. ഇതൊക്കെ എവിടെ നിന്നാടി നിന്റെ ബാലച്ചന് ഇത്ര പണം? എനിക്ക് തോന്നണേ കടം മേടിച്ചിട്ടായിരിക്കുമല്ലേ. അപ്പൊ കടം മേടിച്ചിട്ടായിരിക്കും ഈ കല്യാണം നടത്തണേ അല്ലേ? നീ ആലോചിച്ച് നോക്കടി, കടം മേടിച്ച് കല്യാണം നടത്തണ ഈ കല്യാണം മുടങ്ങിക്കഴിഞ്ഞാലുള്ളൊരു അവസ്ഥ ആലോചിച്ച് നോക്ക്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, നീയേ മര്യാദക്ക് ഞാൻ പറയണത് അനുസരിച്ച് നിന്നോ. ഇല്ലടാ നീ എന്ത് ചെയ്യോടാ? വേറൊന്നുമല്ല, ആ ഫോട്ടോസ് ഉണ്ടല്ലോ അത് നിനക്ക് വെറും AI ഫോട്ടോസ് ആയിരിക്കും, പക്ഷെ മറ്റുള്ളവർക്ക് അങ്ങനെ ആവണമെന്നില്ല. ആ ഫോട്ടോസൊക്കെ ആ ജീവന്റെ മൊബൈലിലേക്ക് ഞാൻ അയച്ചു കൊടുക്കും. പക്ഷെ ആ ഫോട്ടോസ് ഒക്കെ കണ്ടിട്ടും അവനെ നിന്നെ തന്നെ മതി എന്ന് പറയുകയാണെങ്കിൽ ഞാൻ അവനെ ഫോൺ വിളിച്ച് ചോദിക്കും, എടാ ഞാൻ തിന്ന എച്ചിൽ തിന്നാ നിനക്ക് നാണോ ഇല്ലേന്ന് ചോദിക്കും. അതോടെ അവൻ ഫ്ലാറ്റ് നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേ എന്ന് പറഞ്ഞ അലോകിന്റെ ഫോൺ കട്ട് ചെയ്യാനായിരുന്നു. അതിനുശേഷം ആകെ ടെൻഷനിലാട്ടോ. അങ്ങനെ രാത്രി കുറച്ച് ലേറ്റ് ആകുമ്പോഴേക്കും ജീവനും വീട്ടുകാരും വരുന്നുണ്ട്. അപ്പൊ ഹൽദി ചടങ്ങാട്ടോ. അങ്ങനെ ജീവനും വീട്ടുകാർക്ക് ഭയങ്കര സന്തോഷത്തോടെയാണ് വരുന്നത്. വാ ഇരിക്കുന്ന ഗോമതിയും ദേവിയൊക്കെ അവരെ വിളിച്ചിരുത്താണ്. അങ്ങനെ ജീവൻ സ്റ്റേജിൽ കയറി ഇരിക്കുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം ഒക്കെ പറഞ്ഞിട്ട് സ്റ്റേജിലേക്ക് ഇരിക്കുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ ഗോമതി പറയുന്നത്, അയ്യോ അനുമോളെ വിളിച്ചില്ലല്ലോ. അനുമോളെ എന്ന് പറഞ്ഞ് വിളിക്കാൻ പോകുമ്പോഴേക്കും നമ്മുടെ മിത്രയും മീനാക്ഷിയൊക്കെ ചേർന്ന് അനുവിനെയും കൂട്ടിക്കൊണ്ട് വരുവാട്ടോ. അനുവിനെ കാണുമ്പോൾ എല്ലാവരും ഞെട്ടിപ്പോകാണ്. കാരണം അത്ര സുന്ദരിയായിട്ടുണ്ട് അനു. യെല്ലോ കളർ ഡ്രസ്സിങ്ങിൽ ഒരു ഏഞ്ചലിനെ പോലെയാട്ടോ അനു നടന്നു വരുന്നത്. അനുവിനെ കാണുമ്പോൾ തന്നെ ആര്യനും ആകാശൊക്കെ ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട്. തന്റെ അനിയത്തിന് ആ ഒരു വേഷത്തിൽ കാണുന്ന ആളാ. ഈ സമയത്ത് തന്റെ അനിയത്തിന് വേറൊരു വീട്ടിലായിരിക്കില്ലേ. അപ്പൊ ആ ഒരു വിഷമവും സന്തോഷമൊക്കെ ഉള്ളിൽ നടന്ന ആര്യനും ആകാശൊക്കെ ഫോട്ടോസ് ഒക്കെ എടുത്തോണ്ടിരിക്കുകയാണ് അനു. എല്ലാവരും നോക്കി ഒന്ന് ചിരിച്ചതിന് ശേഷം ജീവന്റെ തൊട്ടടുത്തുള്ള കസേരയിൽ ഇരിക്കുകയാണ്. ശേഷം ജീവനെ നോക്കി ചിരിക്കുന്നുണ്ട്. ജീവൻ അനുവിനെ നോക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ഭാഗമാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ ലാസ്റ്റ് കാണിച്ചത്. അപ്പൊ നാളെ കാണിക്കാൻ പോണത് അങ്ങനെ ഹൽദിയുടെ പരിപാടിയൊക്കെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മിത്രക്കാണെങ്കിൽ ഭയങ്കര വിഷമം കേട്ടോ. കാരണം ആര്യൻ പറഞ്ഞേക്കണത് നാളെ മാച്ചിങ് ഡ്രസ്സ് ഇടില്ലെന്നല്ലേ. പക്ഷെ ആര്യൻ ആ ഡ്രസ്സ് തന്നെ ഇടുള്ളൂ കേട്ടോ. അത് വേറെ കാര്യം. അങ്ങനെ എല്ലാവരും ഡാൻസും പാട്ടൊക്കെ ആയിട്ട് അടിച്ചു പൊളിക്കാണ്. കൂടെ ജീവനും അനുവൊക്കെ ഡാൻസ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ജീവൻ അനുവിനോട് പറയണ്ട്, തന്നെ ഡ്രസ്സിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്, സുന്ദരിയായിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പൊ അനു ചിരിക്കുന്നുണ്ട്. അപ്പൊ ജീവൻ പറയണ്ട, അയ്യോ ഞാൻ വേറൊരു ഉദ്ദേശത്തെ പറഞ്ഞതല്ല കേട്ടോ, ഞാൻ ഈ സൗന്ദര്യത്തിൽ നിന്ന് ഒരുപാട് വിശ്വസിക്കുന്ന ഒരാളൊന്നും അല്ല. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും കെട്ടാൻ പോണ പെണ്ണ് കുറച്ച് സുന്ദരിയായിട്ട് വന്നാ പറയുമല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. പക്ഷെ തന്റെ മുഖത്ത് വളരെ ടെൻഷൻ പോലുണ്ടല്ലോ. എന്ത് പറ്റിയടോ എന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ല, എനിക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായെന്ന്? അല്ല, നാളെ ഈ സമയത്ത് താൻ എന്റെ വീട്ടിലായിരിക്കും. ഇന്നൊരു ദിവസം കൂടിയല്ലേ തനിക്ക് താൻ ജനിച്ചു വളർന്ന ഈ വീട്ടിൽ നിൽക്കാൻ പറ്റുള്ളൂ. അങ്ങനെയൊന്നും വിചാരിക്കണ്ട കേട്ടോ. താൻ കംഫർട്ട് ആവണ ദിവസം അത്രയും വേണമെങ്കിൽ തനിക്ക് തന്റെ വീട്ടിൽ നിൽക്കാം. എനിക്കൊരു കുഴപ്പമില്ല. ഞാനും ഇവിടെ വന്ന് ജോലി കഴിഞ്ഞിട്ട് ഇവിടെ വന്നാൽ പോരെ. എന്റെ അച്ഛനും അമ്മക്കും ഒരു കുഴപ്പമില്ല. കാരണം നമ്മുടെ കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോഴേക്കും അവര് ചേച്ചിയുടെ അടുത്തേക്ക് പോകും. പിന്നെ ഞാനും താനും ഒറ്റയ്ക്കല്ല വീട്ടില്. തനിക്ക് ഇഷ്ടം പോലെ ഇവിടെ വന്ന് നിൽക്കാലോ. എന്താ സന്തോഷമായില്ലേ? ആയി എന്ന് പറയാണ്. എങ്കിൽ താനിങ്ങനെ വിഷമിച്ച് ടെൻഷനായി നിൽക്കൊന്നും വേണ്ട. തന്റെ ഏട്ടന്മാരെ, ഏടത്തിമാരെ, അതുപോലെ തന്നെ മാമൻ, അമ്മായി, അച്ഛൻ, അമ്മ എല്ലാവരും താൻ മിസ് ചെയ്യും. എടോ എനിക്കറിയാം, ഒരു പുതിയൊരു വീട്ടിലേക്ക് പോകുമ്പോൾ ഏതൊരു പെൺകുട്ടിക്കും ടെൻഷൻ ഉണ്ടാകും. പക്ഷെ എന്റെ വീട് താൻ അങ്ങനെ വിചാരിക്കരുത്. ഞാൻ എന്റെ വീടിനെ പൊക്കി പറയണമെന്നല്ല. എന്റെ അച്ഛനമ്മ അത്ര ജോളിയാടോ എന്നിങ്ങനെ പറയാണ്. അതിനുശേഷം അനുക്കും ഒരു സമാധാനമൊക്കെ ആവാട്ടോ. അങ്ങനെ അനു ജീവനോട് ചോദിക്കേണ്ട, ഞാൻ എന്തു പറഞ്ഞാലും വിശ്വസിക്കോ? എനിക്ക് തന്നെ ഒരുപാട് വിശ്വാസമാണ്. എന്താ താൻ അങ്ങനെ ചോദിച്ചത്? അല്ല, നാളൊരു സമയത്ത് എന്നെ കുറിച്ച് എന്തൊരു തെറ്റിദ്ധാരണ ഉണ്ടാവുകയാണെങ്കിൽ എന്നെ ഉപേക്ഷിച്ചു പോവോ? താൻ എന്തൊക്കെയാണോ പറഞ്ഞത്? നോക്ക്, താനിപ്പ എന്റെ പകുതി ഭാര്യയാ. നാളെ താലി കെട്ടിക്കഴിഞ്ഞാൽ മുഴുവൻ ഭാര്യയാകും. അങ്ങനെയുള്ളപ്പോ തന്നെ ഞാൻ അവിശ്വസിക്കില്ലടോ. എനിക്കറിയാം താനിപ്പോ എന്താണെന്നും ആരാണെന്നും. ചില ആൾക്കാരെ പരിചയപ്പെടുമ്പോഴേ വർഷങ്ങളുടെ പരിചയമൊന്നും വേണ്ട, അടുക്കാനായിട്ട് ചില നിമിഷങ്ങൾ മാത്രം മതി. തന്നെ എനിക്ക് നന്നായിട്ട് അറിയാം. തന്റെ കൂടെ എന്നും ഞാൻ ഉണ്ടാവണം, തന്റെ ഫുൾ സപ്പോർട്ടായിട്ട് എന്നൊക്കെ പറയുമ്പോ അതിന്റെ സന്തോഷം കൊണ്ട് കണ്ണ് നിറയാട്ടോ. പക്ഷെ ഇതൊന്നും തന്നെ സുഖം
സുകന്യക്ക് ഇഷ്ടപ്പെടുന്നില്ല. നേരെ മുകളിൽ നിന്ന് നോക്കുന്നുണ്ട് ആലോകിനും ഇഷ്ടപ്പെടുന്നില്ല. ആലോകാണെങ്കിൽ രാത്രി തന്നെ നമ്മുടെ സുകന്യനെ ഫോൺ വിളിക്കുകയാണ്. ആ ആഘോഷങ്ങളുടെ നടുവിൽ നിന്നിട്ട് അവളെ അവിടെ നിന്ന് മാറ്റ് എന്ന് പറയാണ്. എടാ ആലോകി, നീ എന്തൊക്കെയാ പറഞ്ഞ? അവളുടെ ചടങ്ങ് എന്ന് അവിടെ നിന്ന് പെട്ടെന്നൊന്നും മാറ്റാൻ പറ്റുമൊന്നുമില്ല. എനിക്ക് ചേച്ചി എനിക്ക് ദേഷ്യം വരുവാണ്. അവൾക്ക് ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഒരു പേടിയില്ലല്ലേ? അത് വേറൊന്നും അല്ലടാ, ആ ജീവൻ അവൻ അത്ര സപ്പോർട്ടാണ് അവളെ. അതിന്റെ അഹങ്കാരം അവളുടെ അഹങ്കാരം ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. ചേച്ചി ഒരു കാര്യം ചെയ്യാം, ഞാനേ അപ്പുറത്തെ മതിലിന്റെ അപ്പുറം വന്ന് നിക്കാം. അവളെ വിളിച്ചിട്ട് വാ. അവളെ നേരിട്ട് സംസാരിച്ചാലേ ഇനി കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. എടാ അവള് വരുമൊന്നുമില്ല, ചേച്ചി ഒന്ന് ശ്രമിച്ചു നോക്ക്. ശരി, ഞാൻ ശ്രമിച്ചു നോക്കാം എന്ന് പറയാണ്. അങ്ങനെ അലോക് ഇവരുടെ വീടിന്റെ പിന്നാമ്പുറത്ത് പോയി മതിലിൽ അവിടെ നിൽക്കുവാട്ടോ. ആ സമയത്ത് ആ ഭാഗത്തേക്ക് ആരും പോകുന്നില്ല. അനുവിനെ പതുക്കെ സുകന്യെ വിളിക്കുന്നുണ്ട്. അനുക്ക് ദേഷ്യം വരുവാണ്. കാരണം സുകന്യെ വിളിക്കണതന്നെ അനുക്ക് ആ ഫോൺ കൊടുക്കാനായിട്ടാണ് അലോകിന്റെ. അതുകൊണ്ട് ഒട്ടും അനുക്ക് ഇഷ്ടമാവുന്നില്ല കേട്ടോ. പക്ഷെ സുകന്യ എങ്ങോട്ടും ആ ഒരു കാര്യം പറയണമെന്ന് പറഞ്ഞ് വിളിക്കാണ്. എന്താ അമ്മായി എന്ന് ചോദിക്കുമ്പോഴേക്കും, നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്, നീ അടുക്കള ഭാഗത്തേക്ക് വരാവോ? ഞാനോ? എന്തിന്? ഒരു കാര്യമുണ്ട്, നീ വാ. എന്റെ അമ്മായി, നീ ഇവിടെ എല്ലാവരും നിൽക്കുവാണ്, ഞാൻ ഇവിടെ മാറിക്കഴിഞ്ഞാൽ എന്നെ അന്വേഷിക്കും. എടി നീ വാ, അത്യാവശ്യമുണ്ടല്ലേ, വാ എന്ന് പറയാണ്. അങ്ങനെ അലോകാണ് അവിടെ നിൽക്കണെന്നൊന്നും സുകന്യ പറഞ്ഞില്ല കേട്ടോ. അങ്ങനെ അമ്മായി നമ്മുടെ അനുവിനെയും കൂട്ടിക്കൊണ്ട് അടുക്കള ഭാഗത്ത് ആ മതിലിന്റെ അപ്പറേ പോയി നിർത്തുമ്പോഴേക്കും അവിടെ അലോക് നിൽക്കാണ്. എടി അനു എന്ന് പറഞ്ഞ് വിളിക്കുമ്പോ തന്നെ അനു നെട്ടിപ്പോവാണ്. അമ്മായി ഇവനെ കാണിക്കാനായിട്ടാണോ എന്നെ ഇങ്ങോട്ടേക്ക് കള്ളം പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്നത്? എടി മോളെ, ഇവൻ ഭീഷണിപ്പെടുത്തുവാണ് വിവാഹം മുടക്കുന്നുമായിട്ട്. അവൻ മുടക്കാൻ നോക്കണമെങ്കിൽ മുടക്കട്ടെ, എനിക്കിപ്പോ ജീവന വിശ്വാസമാണ്. എന്റെ ജീവൻ എന്റെ കാര്യങ്ങളൊക്കെ നോക്കി, നീ പോടാ എന്ന് പറഞ്ഞിട്ട് അലോകിനോട് പോടാന്ന് പറഞ്ഞിട്ട് അനു അവിടെ നിന്ന് ഓടുവാട്ടോ. ആ സമയത്ത് നമ്മുടെ അലോക് പറഞ്ഞു, ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി വിവാഹം മുടക്കാൻ അറ്റ കൈ പ്രയോഗം ഞാൻ ചെയ്യാൻ പോവാണ്. ചേച്ചി എന്റെ കൂടെ തന്നെ വേണം. എടാ ഞാൻ നിന്റെ കൂടെ തന്നെയുണ്ട്, അതുകൊണ്ടല്ലേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നിന്റെ കൂടെ നിന്ന് ചെയ്തു തന്നത്. പക്ഷെ ഇതിന് പിന്നെ ഞാനാണെന്ന് ആരും അറിയരുത്. അതൊന്നും അറിയില്ല ചേച്ചി, നാളെ രാവിലെ ആവട്ടെ, അവൾക്കുള്ള പണി ഞാൻ കൊടുക്കുന്നുണ്ട് എന്ന് ആ ലോകം മനസ്സിൽ വിചാരിക്കുകയാണ്. അങ്ങനെ ഹൽദിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാണ്. രാവിലെ തന്നെ അനുവിന് മണവാട്ടിയായിട്ട് ഒരുക്കാണ് കേട്ടോ എല്ലാവരും കൂടിയിട്ട്. അങ്ങനെ മുഹൂർത്ത സമയത്ത് എല്ലാവരും കൂടി അമ്പലത്തിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ അനു വന്ന വണ്ടിയിൽ അനുവും അതുപോലെ തന്നെ നമ്മുടെ മീനാക്ഷി മിത്രയും അതുപോലെ തന്നെ ദേവിയുണ്ട്. അങ്ങനെ ഇവര് മാത്രമാണ് ആ വണ്ടിയിൽ വരുന്നത്. അപ്പൊ അമ്പലത്തിൽ ഇറങ്ങി കഴിയുമ്പോഴേക്കും പെട്ടെന്നാണ് നമ്മൾ അനുവിനെ കാണുന്നില്ല. അപ്പൊ മീനാക്ഷിയുടെ മിത്രതൊക്കെ ഗോമതിയും ബാലും ചോദിക്കുന്നുണ്ട്, അവൾ എവിടെ? അനുവും ചോദിക്കുമ്പോ അവള് ഞങ്ങളുടെ കൂടെ വണ്ടിയിലുണ്ടായിരുന്നു, അമ്പലത്തിൽ തൊഴാൻ കയറിയിട്ടുണ്ടാകും എന്നൊക്കെ പറയാണ്. പക്ഷെ അമ്പലത്തിൽ തൊഴാനൊന്നും അനു കയറിയിട്ടില്ല. അങ്ങനെ മുഹൂർത്ത സമയമായിട്ടും അനുവിനെ കാണുന്നേ ഇല്ല. അങ്ങനെ ജീവന്റെ വീട്ടുകാർ അത്രയും നേരം ഇങ്ങനെ പ്രതീക്ഷയോടെ കാത്തിരിക്കും. മുഹൂർത്തം കഴിയുമ്പോഴേക്കും അവർക്കും ചെറിയൊരു ഇത് വരും കേട്ടോ. എന്നാലും ആ പെൺകുട്ടി ഇത് എവിടെ പോയി എന്നൊക്കെ ചോദിക്കാണ്. ആ സമയത്താണ് എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ അനു ആ ഒരു താലി ചാർത്തിക്കൊണ്ട് കല്യാണം കഴിഞ്ഞ ആ ഒരു ലുക്കിൽ വരുന്നത്. കൂടെ അലോകുണ്ട്. അലോകിന്റെ അനുവിന്റെയും കല്യാണം കഴിഞ്ഞ രീതിയിലാണ് അവരവിടേക്ക് വരുന്നത് കേട്ടോ. അത് കണ്ട് എല്ലാവർക്കും ഷോക്ക് ആവാണ്. ശരിക്കും പറഞ്ഞാൽ തമിഴിൽ ഇവരുടെ വിവാഹം കഴിയും, അലോകിന്റെയും അനുവിന്റെയും വിവാഹം കഴിഞ്ഞിട്ടാണ് അവര് കതിർ മണ്ഡപത്തിലേക്ക് വരുന്നത്. പക്ഷെ മലയാളത്തിൽ മാറ്റം വരാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോ അലോകിനെ തന്നെയാണോ അനു വിവാഹം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ കഥ തമിഴിൽ തന്നെ പോലെ തന്നെ പോവത്തുള്ളൂ. കാരണം അനു കുറെ അലോകിനായിട്ട് പണിപ്പെടുത്തുന്ന ഭാഗങ്ങളായിരിക്കും ഇനി വരാൻ പോകുന്നത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. Take care. Bye bye.